മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ചിക്കൻ ബിരിയാണിയുടെ മസാല കുറേ നാളത്തേന് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഈ മസാലയും കൊണ്ട് നമ്മൾ പെട്ടെന്ന് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത് എന്നും കൂടെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കണ്ട, ഇതുപോലെ ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. ഉടച്ചെടുത്ത തൈര് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ടും സെപ്പറേറ്റാണ് അരച്ചെടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റുമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബിരിയാണിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സവാള ഞാനിവിടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 4 വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അതിൽ നിന്നും പകുതി ഓണിയൻ ഫ്രൈ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹോൾ സ്പൈസസ് ആണ്. 4 ഏലക്കയും 4 ഗ്രാമ്പും 2 ചെറിയ കഷ്ണം സിനമൺ സ്റ്റിക്കുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പകുതിയോളം മല്ലിയിലയുടെ പകുതി പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 5 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റും കൂടെ നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ്. കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ ഈ മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. ഞാനിവിടെ ഒരു 1/3 കപ്പ് ഓയിൽ കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓയിലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മസാല ഇപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കണ്ടെയ്നറിലേക്ക് ഈ മസാല മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കണ്ടെയ്നറിലേക്ക് മസാലയെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. 1 മാസം വരെ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഈ മസാല എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഓവർനൈറ്റ് നമ്മൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഇത് രാവിലെ ആകുമ്പോഴേക്കും ഡീഫ്രോസ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ മസാല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതുകൊണ്ട് ബിരിയാണി തയ്യാറാക്കാനായിട്ട് പോവാണ്. നമ്മളിത് കുക്ക് ചെയ്യുന്ന പാനിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല തയ്യാറാക്കിയപ്പോൾ തന്നെ നമ്മൾ അതിൽ ഓയിലും കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും പാനിലേക്ക് ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതുപോലെ ഒരു മസാല നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ആ സമയത്ത് തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കി എടുക്കാം. അടുപ്പൊന്ന് തുറന്നിട്ട് ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ബിരിയാണി തയ്യാറാക്കാനുള്ള റൈസ് ഈ സമയത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. റൈസ് വേവിക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്തേക്ക് കാണിക്കുന്നില്ല. നമ്മളെല്ലാവരും തന്നെ ബിരിയാണിക്കുള്ള റൈസ്
കുക്ക് ചെയ്യാൻ അറിയാവുന്നവരാണ്. അതുമാത്രമല്ല റൈസ് കുക്ക് ചെയ്യുന്നതിൻ്റെ ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാകമായിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രേവിയുടെ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പൊക്കെ പാകമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചേർക്കാം. ഞാനിവിടെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ചാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓണിയൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുക്ക് ചെയ്ത റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും വേവിച്ചിട്ടില്ല, ഒരല്പം കൂടി റൈസ് വേകാനുണ്ട്. ഇത് ദം ചെയ്തെടുക്കുമ്പോഴേക്കും റൈസിൻ്റെ വേവും പാകമായിട്ട് വരും. റൈസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ബിരിയാണിയുടെ മുകളിൽ ഒഴിക്കുന്നത് പോലെ ടർമറിക് അല്ലെങ്കിൽ സാഫ്രൺ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് അല്പം കാഷ്യൂ നട്ട്സും ഒണിയനും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. അല്പം ഗരം മസാല പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുകയാണ്. ഇതിങ്ങനെ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രത്തിൻ്റെ അടുപ്പും കൂടെ വെച്ച് കൊടുക്കാം. നല്ല ടൈറ്റാക്കി തന്നെ വെച്ച് കൊടുക്കണം. ഇനി ആ അലുമിനിയം ഫോയിൽ താഴേക്ക് പോകാതെ അതിന് സൈഡൊക്കെ ഒന്ന് മുകളിലേക്കൊന്ന് ചുരുട്ടി വെച്ച് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇതുപോലെ വെച്ച് ദം ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ബിരിയാണി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെയാണ് തയ്യാറാക്കിയത്. മസാല നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റി. നമ്മൾ സമയമുള്ളപ്പോൾ ഇതുപോലൊരു മസാല തയ്യാറാക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബിരിയാണി തയ്യാറാക്കി എടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.